ആപ്കി അദാലത്തിൽ നേതാവും അഭിനേതാവുമായ രാജ് ബബ്ബറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സിനിമാ ലോകത്തിന് ദ്രോഹം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ സിനിമാ ഇൻഡസ്ട്രിക്ക് വേണ്ടി പല സംഭാവനകളും ചെയ്തത് അറിയാം. പടങ്ങൾ താങ്കൾക്ക് പ്രശസ്തി നൽകി, പണം നൽകി, സ്റ്റാറാക്കി. പക്ഷെ താങ്കൾ പീക്കിലുള്ള സമയത്ത് ജനങ്ങൾ താങ്കളെ ഇഷ്ടപ്പെട്ടു, അവർക്ക് താങ്കൾ ആവശ്യമായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയല്ലോ. ഞാൻ സിനിമാ ഇൻഡസ്ട്രിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞാനൊരു ആവേശം കൊണ്ട് ഒരു വെട്ടുകത്തിയെടുത്ത് എൻ്റെ കാലിൽ തന്നെ വെട്ടി. സത്യം പറയണമെങ്കിൽ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, എന്നെ വിശ്വസിച്ചൊരു ഉത്തരവാദിത്തം തന്നിരിക്കുന്നു. ജനങ്ങൾ എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നു. എന്തോ പറയില്ലേ, ഇത്രയും പടങ്ങളിൽ ഹീറോ ആയി അഭിനയിച്ചതുകൊണ്ട് എനിക്കുള്ളിൽ തന്നെ ഒരു ഹീറോയിസം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഹീറോ ആയി മാറി. എല്ലാവരും ആദരവ് പ്രതീക്ഷിച്ച് വരുമ്പോൾ എനിക്കത് കൊടുക്കണ്ടേ? പിന്നെ ഒരു തെറ്റായ കാര്യത്തിനും ഞാൻ ആദരവ് നൽകിയിട്ടില്ല. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. എനിക്കെന്താണോ ശരിയെന്ന് തോന്നിയത്, എന്ത് ചെയ്താൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നിയോ അതിന് ഞാൻ ആദരവ് നൽകി. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും നഷ്ടമായി. ഫിനാൻഷ്യലി എനിക്ക് ലോസായി. ഫിലിം ഇൻഡസ്ട്രിയിൽ സാമ്പത്തികമായിട്ട് പല നഷ്ടങ്ങളും ഉണ്ടായി. ഫിലിം ഇൻഡസ്ട്രിക്ക് വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, താങ്കളുടെ സിനിമയെ ദലാൽ റിലീസായ സമയത്ത് അത് ശരിക്കും ഹിറ്റായിരുന്നു. അതിനുശേഷം ധാരാളം പടങ്ങൾ താങ്കൾക്ക് വന്നുകൊണ്ടിരുന്നു. അതും സത്യമാണ്. ഞാൻ ആദ്യമായി രാജ്യസഭയിലേക്ക് MP ആയി പോകുമ്പോൾ എന്റെ കയ്യിൽ 63 പടങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് രാജ്യസഭയിൽ പോസ്റ്റിംഗ് കിട്ടി. ഞാൻ അകത്തേക്ക് ചെല്ലുന്നതിന് മുൻപ് എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് വെറും പദവി മാത്രമല്ല, ഞാൻ നന്നായി പ്രയത്നിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന 63 പടങ്ങൾ ഞാൻ വിട്ടുകളഞ്ഞു. സോ രാഷ്ട്രീയത്തിൽ എന്റെ ഇടപെടൽ അധികമായി. താങ്കളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ കാരണം താങ്കൾക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, കുടുംബപരമായിട്ടുള്ള സപ്പോർട്ടൊന്നുമില്ല. താങ്കൾ കഷ്ടപ്പെട്ടാണ് ഈ ഫീൽഡിൽ വന്നത്. പക്ഷേ ധാരാസിംഗിന്റെ സിനിമകൾ കണ്ടാണ് താങ്കളും ഈ ഫീൽഡിലേക്ക് വന്നതായിട്ട് അറിഞ്ഞു. സർ, നിങ്ങൾ നന്നായി റിസർച്ച് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. എനിക്ക് ആദ്യം കിട്ടിയ പടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് താരാസിംഗിന്റെ പടങ്ങൾ മാത്രമാണ്. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ താരാസിംഗ് സാറിൽ നിന്നും ചാടിയത് ദിലീപ് കുമാർ സാറിന്റെ അടുത്തേക്കാ. അതായത് താരാസിംഗിൽ നിന്നും ദിലീപ് കുമാർ. നോക്കൂ, ഇത് എന്റെ ജീവിതത്തിൽ 2 തരത്തിലുള്ള ഇൻസ്പിറേഷൻ ആണെന്ന് പറയണം. അങ്ങനെയാണ് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. താങ്കൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് താങ്കളുടെ റോൾ നോക്കുകയാണെങ്കിൽ ഒരു പകുതി റോൾ മാത്രമേ ഉള്ളായിരുന്നു. അതെ, ഞാൻ ആ പടത്തിൽ 500 രൂപയ്ക്ക് വേണ്ടി അഭിനയിച്ചു. അതിന്റെ പേരാണ് ശാരദ. പിന്നെ മാത്രമല്ല, ആ പടത്തിൽ ഞാൻ സരിക മാഡത്തിന്റെ സെക്കൻഡ് ഹീറോ ആയിരുന്നു. പക്ഷെ എൻഡിലാണ് എന്റെ മുഖം തന്നെ കാണാം. ജിജേന്ദ്ര സാർ എന്നെ പിടിച്ചാൽ എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ചോദിക്കും. സരിക മാഡം പറയും ഇത് അവനാണെന്ന്. ഇതാണ് ലൈൻ ആ പടത്തിൽ. ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കൾക്ക് ഒരു അംഗീകാരം കിട്ടാൻ വളരെയധികം സമയമെടുത്തു. ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്ക് ശക്തി എന്നൊരു സിനിമയിൽ റോള് കിട്ടി. പക്ഷെ അവസാനം അമിതാഭ് ബച്ചൻ അതിൽ അഭിനയിച്ചു. അതെ, അത് സത്യമാണ്. എന്നെ സലീം ജാവിദ് സാർ ഡൽഹിയിൽ, അപ്പോ ഞാൻ നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം എന്നെ പിക്കപ്പ് ചെയ്തത്. പിന്നെ അദ്ദേഹം എൻ്റെ നാടകം കണ്ട് സ്ക്രീൻ ടെസ്റ്റിനു വേണ്ടി വരാൻ പറഞ്ഞു. എൻ്റെ സ്ക്രീൻ ടെസ്റ്റ് ദിലീപ് കുമാർ സാറിന് ഇട്ട് കാണിച്ചിരിക്കുന്നു. പ്രൊഡ്യൂസർ മുസ്ലിയ സാർ ഉണ്ടായിരുന്നു, ഡയറക്ടർ രമേശ് സിപ്പിയും ഉണ്ടായിരുന്നു. ഞാൻ സെലക്റ്റായി. പിന്നെ ചില കമേഴ്ഷ്യൽ കാരണങ്ങൾ കൊണ്ട് എന്നെ ആ പടത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞു. പക്ഷെ അത് ആദ്യമേ സൈൻ ചെയ്തതാണ്. പിന്നെ അഭിനയിച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് ഓടുന്നവർ വിചാരിച്ചു. അതും സത്യമാണ്. അദ്ദേഹം അപ്പോൾ സ്റ്റാറായിരുന്നു, ഞാൻ പുതിയതായി വന്നതായിരുന്നു. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ജാവിദ് സാർ ഇതിനെക്കുറിച്ച് റീസെൻ്റായി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ പടത്തിൽ മെയിൻ ക്യാരക്ടർ ചെയ്യാനിരുന്നത് ഒരു ചെറിയ ചെക്കനാണ്. അവൻ്റെ പേരാണ് രാജ് ബബ്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ കാര്യം ഞാനിവിടെ സമ്മതിക്കുന്നു. ഞാൻ ഇതുവരെ ഈ കാര്യം എവിടെയും സംസാരിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം. നമക് ഹലാൽ എന്നുള്ള സിനിമയിൽ താങ്കൾക്ക് വലിയൊരു റോൾ ഓഫർ വന്നിരുന്നു. ആ റോൾ നോക്കുകയാണെങ്കിൽ അത് താങ്കളുടെ അടുത്തു നിന്ന് എടുത്ത് ശശി കപൂറിന് കൊടുത്തു അവസാനം. സർ, എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒരുപാട് നടന്നിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ടതെല്ലാം ആരോ ഒരാൾ വന്ന് തട്ടിക്കൊണ്ടുപോകും. അല്ല, തട്ടിക്കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. എന്നെ
പ്രകാശ് നായർ സാർ 2 പടത്തിന് സൈൻ ചെയ്യിപ്പിച്ചു. അതിലൊന്ന് നമക്കറാമാണ്, മറ്റൊരു പടവും ഉണ്ടായിരുന്നു. നമക് ഹലാൽ, സോറി. ഇപ്പൊ എനിക്ക് ആ പേര് തന്നെ ഓർമ്മയില്ലല്ലോ, അത് നമക് ഹറാമാണോ ഹലാലാണോ എന്ന്. നമക് ഹലാൽ തന്നെ. സൈൻ ചെയ്ത് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അവരോട് തെളിച്ചു പറഞ്ഞു, എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന്. അവരെനിക്ക് താമസിക്കാൻ 1 വർഷം സ്ഥലം തന്നു. പിന്നെ ഈ റോൾ ചില കാരണങ്ങൾ കൊണ്ട് നിനക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ഇനിയും 1 വർഷത്തേക്ക് ഞാൻ കാലിയാക്കല്ലെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോ കാലിയാക്കെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 31 ഡിസംബർ 17 കാലിയാക്കാന്ന് പറഞ്ഞു. അതായത് ഡിസംബർ 1 തീയതിയാണ് ഞാൻ അവിടെ പോയിരുന്നത്. എന്നെ അവർ മേലോട്ടും താഴോട്ടും നോക്കി. എനിക്ക് റോൾ തന്നില്ലെങ്കിലും എന്നെ അവർ 1 വർഷം അവിടെ താമസിപ്പിച്ചു. ആ വീട്ടിൽ താമസിച്ചതുകൊണ്ടാണ് ഇന്ന് എനിക്ക് മുംബൈയിൽ ഒരു വീട് വാങ്ങാൻ സാധിച്ചത്. ഇത് സത്യമാണോ? താങ്കൾക്ക് ഇൻസാബ് കാ തരാസു എന്ന സിനിമയിൽ നല്ലൊരു റോൾ ലഭിച്ചിരുന്നു. മറ്റുള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണോ താങ്കൾക്ക് ആ റോൾ കിട്ടിയത്? ആ റോൾ ആരും അഭിനയിക്കാൻ തയ്യാറല്ലായിരുന്നു. അതെ, ആ റോൾ അഭിനയിക്കാൻ ആരും തയ്യാറല്ലായിരുന്നു. അത് വളരെ നെഗറ്റീവായ റോളാണ്. അതായത് ഏതൊരു ആക്ടർ അതിൽ അഭിനയിച്ചാലും അദ്ദേഹത്തിന്റെ ഇമേജ് ചീത്തയാവും വിധത്തിലായിരുന്നു അത്. പക്ഷെ ചോപ്ര സാർ എനിക്ക് വേണ്ടി ആ റോൾ ഓഫർ ചെയ്യുമ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. എനിക്ക് ആ റോൾ വളരെ ഇഷ്ടമായിരുന്നു. മറ്റുള്ളവരെന്തുകൊണ്ട് അഭിനയിച്ചില്ലെന്ന് എനിക്കറിയില്ല. ഞാനൊരു തിയേറ്റർ ആക്ടറായിട്ട് അവിടെ പോയതുകൊണ്ട് ഒരു ഘട്ടത്തിലും അത് ഞാൻ നെഗറ്റീവ് റോളാണോ പോസിറ്റീവ് റോളാണോ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. തിയേറ്ററിൽ ഞങ്ങൾ പലതരത്തിലുള്ള റോൾസും ചെയ്യും. വളരെ അത്ഭുതകരമായ റോൾസ് ചെയ്യും. സെൻട്രൽ റോളായിരിക്കും. എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ ആ സിനിമയുടെ മുഴുവൻ കഥയും ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുവോ അതിലൂടെയാണ് കഥ മൂവ് ആകുന്നത്. മറ്റുള്ള ക്യാരക്ടേഴ്സൊക്കെ സപ്പോർട്ടിംഗ് ആണ്. സീനത്തും സപ്പോർട്ടിംഗ് ആണ്, പരയും സപ്പോർട്ടിംഗ് ആണ്. മെയിൻ റോൾ ഇതാണ്. ഞാൻ ആ റോളിൽ അഭിനയിക്കുമ്പോൾ ഞാൻ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ചോപ്ര സാറിനോട് ഞാനിത് തീർച്ചയായും ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ ആ റോളിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. പിന്നെ മെല്ലെ മെല്ലെ എനിക്ക് എന്ത് തോന്നിയെന്ന് വെച്ചാൽ, ആ റോൾ എനിക്ക് വേണ്ടി എഴുതിയതാണെന്ന് തോന്നി. എനിക്ക് വേണ്ടിയല്ല, അതിനുവേണ്ടി ഞാൻ ജനിച്ചതാണെന്ന് തോന്നി. ആ വിജയം എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ, ആ പടത്തിന്റെ പ്രീമിയറിൽ എന്റെ അമ്മയോടൊപ്പം ഞാൻ വിജ്ഞാഭവനിൽ പടം കാണാൻ പോയിരുന്നു. ഞങ്ങളുടെ കയ്യിലൊന്നും വണ്ടിയൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കുടുംബത്തോടെ ടാക്സിയിലാണ് പോയത്. ആ പടം കണ്ടിട്ട് ഇന്റർവെൽ സമയത്ത് ഇരിക്കുമ്പോൾ എന്നെ ആരും തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ആ പടത്തിന്റെ അവസാനം നന്നായി ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും ചീത്ത പറഞ്ഞു. കണ്ടവരെല്ലാം ചീത്ത പറയാൻ തുടങ്ങി. പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്ത്രീകൾ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് അത് കണ്ട് വല്ലാതെ വിഷമമായി. ഞങ്ങൾ കാറിൽ കയറിയതും അവർ കരയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു അവർ സന്തോഷം കൊണ്ടാ കരയുന്നതെന്ന്. എന്റെ മകൻ സിനിമയിൽ അഭിനയിച്ച സന്തോഷം കൊണ്ടാ കരയുന്നതെന്ന് വിചാരിച്ചു. ഞാൻ ഉടനെ അമ്മയുടെ കാല് തൊട്ടു. അവര് സന്തോഷം കൊണ്ടാ കരയുന്നതെന്ന് വിചാരിച്ച് എന്റെ തല തൊട്ട് ആശീർവാദം ചെയ്യുന്നു വിചാരിച്ച് ഞാൻ കാൽ തൊട്ട് വന്നിച്ചു. ഞാൻ കാൽ തൊട്ടതും എന്റെ തലയിൽ കൈവച്ച് അവര് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കുറയ്ക്കാം, പക്ഷെ ഇങ്ങനെ അഭിനയിക്കല്ലേ. എനിക്ക് അപ്പോഴാണ് തോന്നിയത് എൻ്റെ 3 വർഷത്തെ നാടകത്തിലെ ട്രെയിനിങ്ങും എൻ്റെ കഠിനാധ്വാനവും അതെല്ലാം എൻ്റെ അമ്മയുടെ വാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കി. ഞാൻ വിജയിച്ചു എന്ന്. പിന്നെ എൻ്റെ അമ്മയ്ക്കും മനസ്സിലായി ഇവൻ ഇതേ ചെയ്യൂ, വേറെ ഒന്നും ചെയ്യില്ല എന്ന്. സോ അത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു ആ വിജയം. പക്ഷേ അതിനുശേഷം കഥ മൊത്തത്തിൽ മാറി. ഇത് പഴയൊരു മാഗസീനാണ്. 1984 സ്റ്റാർഡസ്റ്റ് മാഗസീനാണ്. അതിലൊരു ന്യൂസ് ഉണ്ട്. ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, അക്കാലത്ത് സീനത്ത് അമൻ, രാമേശ്വരി, പത്മിനി കൊളാപുരി, സ്മിത പാട്ടിൽ എല്ലാവരും രാജ് ബവറിനോടൊപ്പം അഭിനയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരെല്ലാവരും അദ്ദേഹം സിമ്പിളാണ്, ഹമ്പിളാണ്, ഗുഡ് ലുക്കിംഗ് ആണെന്നാണ്. എന്നോട് ചോദിച്ചാൽ ഇതൊന്നും ഒരു കുറ്റാരോപണമല്ല. പക്ഷേ ഇക്കാലത്ത് ഇതൊക്കെ ഒരു കുറ്റാരോപണമാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിച്ചേരാം. താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ അപ്പോൾ ഇതും സത്യമായിരിക്കുമല്ലോ. സ്മിത പാട്ടിലിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ സാലറി പകുതിയായിട്ട് കുറയ്ക്കുമെന്ന് കേട്ടു. ദേ നോക്കൂ ജഡ്ജ് മാഡം, ഇപ്പൊ ഞാൻ സ്മിത പട്ടേലിനെ കുറിച്ച് വളരെ ഓപ്പണായി സംസാരിക്കാൻ പോവാണ്. അതെ, സത്യമാണ്. അവര് നല്ല ഒരു നടിയാണ്. അവരോടൊപ്പം ചേർന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു.
അതിനുശേഷം മറ്റു ചില കാര്യങ്ങളും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ 2 കാര്യങ്ങളും ഉണ്ടായിരുന്നെന്ന് വേണം പറയാൻ. അതായത് ഒരു നല്ല നടിയോടൊപ്പം ജോലി ചെയ്യാൻ അവസരം കിട്ടുക എന്നതും അവരോടൊപ്പം പുറത്തു പോകാൻ ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നതും ഒക്കെ. താങ്കൾക്ക് നേരിട്ട് തന്നെ പറയാമല്ലോ താങ്കൾക്ക് പ്രേമം വന്നു എന്ന്. ഇപ്പൊ എനിക്ക് ഇവരുടെ മുഖമൊക്കെ കാണാൻ നാണം തോന്നുന്നു. കാരണം ഇവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ചിട്ട്. ഒരുപക്ഷെ ഞാൻ അവിടെ 2ാമത്തെയോ 3ാമത്തെയോ റോയിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ എന്റെ പ്രേമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞേനെ. പക്ഷെ ആ സമയത്ത് താങ്കൾ വളരെ കോൺഷ്യസ് ആയിരുന്നു. അതായത് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും പേപ്പറിൽ വരാൻ പാടില്ലെന്നുള്ള ശ്രദ്ധയോടുകൂടി ഇരുന്നെന്ന്. ഇല്ലല്ലോ. ആ കാലഘട്ടത്തിൽ ടേക്ക് 2 എന്നൊരു ന്യൂസ് പേപ്പർ വന്നിരുന്നു. അത് എന്റെ സുഹൃത്തിൻ്റെതായിരുന്നു. ചില മാസങ്ങൾ അവർക്കെന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു മാഗസിൻ നടത്താൻ ഒരുപാട് കാശ് വേണ്ടേ? അപ്പോഴൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആ മാഗസിൻ വളരെ വലുതായി. പിന്നെ ഫിലിം മാഗസിൻസും ഒക്കെ തുടങ്ങി. അദ്ദേഹം ഡൽഹിക്കാരനായിരുന്നു, എന്റെ നാട്ടുകാരനായിരുന്നു. അതുകൊണ്ട് ഞാൻ സഹായിച്ചു. അദ്ദേഹത്തോട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതുവരെ അദ്ദേഹം എന്റെ ഒരു ഇന്റർവ്യൂ പോലും എടുത്തിട്ടില്ല. അതിൽ എന്നെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ പോലും വന്നിട്ടില്ല. അത് ആലോചിക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. അതായത് അദ്ദേഹം താങ്കൾ അഭിനയിച്ച സിനിമകളിലെ സീൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. ഇദ്ദേഹത്തിന്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. ഇത്രയും ഓഡിയൻസിന്റെ ഇടയിൽ ഞാനും നിങ്ങളുടെ ഒരു ഓഡിയൻസ് ആണ്. കുഞ്ഞുനാൾ മുതലേ എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. അതെ, നിങ്ങളുടെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് അതേ സ്കൂളിലാണ് ഞാനും പഠിച്ചത്. യെസ്, നിങ്ങളുടെ അമ്മ, പിന്നെ നിങ്ങളുടെ സിസ്റ്റർ അഞ്ജു, ബ്രദർ സതീഷ്. ഞാൻ നിങ്ങളുടെ നൈബറായിരുന്നു സാർ. നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു. താങ്കൾ ഇവിടെ വരുന്ന കാര്യം അറിഞ്ഞപ്പോ എനിക്ക് ഇവിടെ വരാതിരിക്കാൻ സാധിച്ചില്ല. എങ്ങനെയോ കഷ്ടപ്പെട്ട് വന്നു ഞാൻ നിങ്ങളെ കാണാൻ. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ശരിക്കും സന്തോഷവതിയാണ്. അന്നൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൂടെ വരുമായിരുന്നു. നിങ്ങളുടെ അമ്മ വളരെ സ്നേഹത്തോടെയാണ് നോക്കിയിരുന്നത്. ഞാൻ താങ്കളുടെ സിസ്റ്ററിന്റെ കൂടെയാണ് പഠിച്ചത്. താങ്കൾ എന്റെ സീനിയർ ആയിരുന്നു സാർ. സാർ, താങ്കൾ അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായും എന്റെ വീട്ടിലേക്ക് വരണം സാർ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് മസാലയൊക്കെ കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് സാറിനെ പറ്റി അറിയാവുന്നവരെയും സിനിമ എന്ന് പറഞ്ഞ സാറിന് ജീവനാണ്. പിന്നെ സിസ്റ്ററിന്റെ അടുത്ത് നിറയെ കാര്യങ്ങള് ഞാൻ ചോദിച്ചറിയാറുണ്ട്. കൂടെ ഞാൻ സാറിന്റെ വീട്ടിൽ വരാറുണ്ട്. ഇവര് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഈ പ്രേമമൊക്കെ സ്കൂൾ ഡേയ്സിൽ നിന്ന് തുടങ്ങിയെന്നാണ് കരുതുന്നത്. പിന്നെ സാറിനെ എനിക്ക് കാണാൻ പറ്റിയത് ഈശ്വർ ഗവാർ സാർ കാരണമാണ്. അവരോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സാർ. ഞാൻ വളരെ പ്രതീക്ഷിച്ച നാളാണിത്. നിങ്ങൾ എന്തായാലും എനിക്ക് കാണണമെന്ന് ഞാൻ കരുതി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് സാർ ഞാൻ നിങ്ങളെ കാണുന്നത്. ആഗ്രയുടെ അടുത്ത് ഒരു സ്ഥലമുണ്ട് സാർ. ദയവ് ചെയ്ത് ഇങ്ങനെ പറയല്ലേ. ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടല്ലോ, കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവര് വേറെ മാതിരി ചിന്തിക്കും. അതെന്റെ സ്നേഹമാണ് സാർ. രാജ് ബബ്ബർ സാർ വരുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അന്ന് മുതൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് ദിവസവും ഫോൺ ചെയ്യുമായിരുന്നു. എന്തായാലും കാണണമെന്ന് പറഞ്ഞു സാർ. ഞാൻ പറഞ്ഞ അന്ന് മുതൽ ഇവര് ഉറങ്ങിയിട്ടേ ഇല്ല. ഉറക്കം വരുന്നില്ലെന്ന് എന്നോട് പറഞ്ഞു സാർ. താങ്കളുടെ ഒപ്പം സ്കൂളിൽ പഠിച്ചൊരു വ്യക്തിയാണ് താങ്കൾ ഇപ്പോൾ മീറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു വ്യക്തി താങ്കളുടെ ഹീറോയിനിയായ സൽമ ആഗ. അതെ, അവരോടൊപ്പം നിഖ എന്ന സിനിമയിൽ താങ്കൾ അഭിനയിച്ചു. അതെ, സിനിമയിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അവർ ഉത്തർപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ്, അതും രാജ് ബബ്ബറിനെതിരായിട്ട്. ആക്ച്വലി ആ പടത്തിന്റെ പേര് നിക്ക എന്നതിന് പകരം തലാഖ് എന്നായിരുന്നു. ഞങ്ങൾ എത്രയോ ശ്രമിച്ചു ആ പടത്തിന്റെ പേര് തലാഖ് എന്നുള്ളത് മാറ്റി നിക്ക എന്ന് വെക്കണമെന്ന്. പിന്നെ അവരുടെ ഇഷ്ടം. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അതായത്
സൽമ മാഡം നല്ലൊരു വ്യക്തിയാണ്. അവർ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളെ സംസാരിക്കൂ. അവരെന്താ സംസാരിക്കുന്നതെന്ന് ഞാനും ശ്രദ്ധിക്കും. തെറ്റായിട്ട് വല്ലതും പറഞ്ഞാൽ അതിന് ഉത്തരം നൽകാമല്ലോ.